അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ അപ്പത്തിന് കറി വെക്കാൻ വേണ്ടി പോവുകയാണ്. ഉരുളക്കിഴങ്ങും 2-3 സവോളയും ക്യാരറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും ക്യാരറ്റും എല്ലാം ഞാൻ ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞത് ഇവിടെ അരിഞ്ഞൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. 10 മണി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലൊന്നും നിൽക്കാനേ പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്ക് ചൂടാണ്. അതിന് മുന്നേ തന്നെ ഉള്ള ജോലികളെല്ലാം ഒതുക്കലാണ് ഇപ്പോഴത്തെ എൻ്റെ പണി. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകി കുക്കറിലോട്ട് ഉപ്പും മഞ്ഞളും ഒരു ചെറിയൊരു അല്ലി വെളുത്തുള്ളി ഒന്ന് കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നേരെ അങ്ങ് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിറകടുപ്പിൽ തന്നെയാണ് നമ്മൾ കൂടുതലും പാചകമൊക്കെ ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം മാത്രമാണ് ഞാൻ ഗ്യാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേ മാവൊക്കെ തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് സോഡയൊക്കെ ഇട്ട് കലക്കി കുറച്ച് തേങ്ങയും കൂടെയൊക്കെ തിരുമ്മി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചട്ടിയിലേക്ക് എണ്ണയൊക്കെ തേച്ച് അപ്പമൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം ചുടുന്ന സമയം കൊണ്ട് അവിടെ കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം ഞാനൊന്ന് തുറന്ന് കുറച്ച് കഷ്ണങ്ങളൊക്കെ അതിലിങ്ങനെ ഉടച്ചിട്ട് കൊടുക്കണം, ഒരു കുറുകിയ ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തേങ്ങ തിരുമ്മി അതിൻ്റെ പാലെടുത്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കടുകൊക്കെ വറുത്ത് അതിൽ കുറച്ച് മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മാത്രം മതി. നമ്മുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല കേട്ടോ, പിരിഞ്ഞതുപോലെ കിടക്കും, ഒരു ടേസ്റ്റ് വ്യത്യാസവും കാണും. അപ്പോൾ അതേ കറിയൊക്കെ അങ്ങ് മാറ്റി വെച്ച് തലേന്ന് വൈകുന്നേരം കാപ്പിയാണ് കേട്ടോ നമ്മളെല്ലാവരും കഴിച്ചത്. അതായത് ദോശ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചോറ് ബാക്കിയുണ്ട്. അതുകൊണ്ടൊന്ന് ചോറ് വെക്കേണ്ട ആവശ്യമില്ല, ചോറൊന്ന് തിളപ്പിച്ച് ഊറ്റിയാൽ മതി. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ ലിങ്ക് മേൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാൻ, താല്പര്യമുള്ളവർ കയറി വാങ്ങിച്ചോളൂ. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ജോലികളൊക്കെ ആയിട്ട് മുറ്റത്തായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോൾ നല്ല വിശപ്പ്. പിന്നെ അതേ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം കറിയൊക്കെ എടുത്തിട്ടുണ്ട്. മോൾക്കും ഇതിനിടയ്ക്ക് ഞാൻ വാരി കൊടുക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.